Hello friends, welcome back to my channel. ഇന്ന് നമുക്കൊരു ജോർജറ്റ് കുർത്തിയുടെ നെക്ലൈൻ ഡിസൈൻ ചെയ്യാം. ഇതൊരു നെക്ലൈനിൽ നിന്നും ഒരു 8 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് നെക്ലൈനിനോട് ചേർത്ത് ആക്ച്വലി നെക്ലൈനിൽ ചെറിയൊരു ലൈൻ മാത്രം ഒരു ഔട്ട്ലൈൻ പോലെ മാത്രമാണ് പോകുന്നത്. ഞാനത് പേപ്പറിൽ വരച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. ഈ ഒരു കുർത്തിയുടെ ഒരു യോക്കിൽ മാത്രം ഇതേപോലൊരു ഡിസൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. നെക്ലൈനിൽ എന്തായാലും ടച്ച് ചെയ്യുന്നില്ല. നെക്ലൈൻ ഞാൻ ഇതുപോലൊരു നെക്ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു സ്റ്റെമ്മും ഒരു ചെറിയൊരു ഫ്ലവറും ആയിട്ടാണുള്ളൊരു ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. രണ്ട് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ യെല്ലോ കളർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഇതുപോലെ ബ്ലൂ കളറിൽ വരുന്ന കട്ട് ബീഡ്സ്, പിന്നെ റെയിൻബോ ഷെയ്ഡിൽ വരുന്ന കട്ട് ബീഡ്സുമാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ആരി നീഡിൽ നമ്പർ 24 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് മാച്ചിങ് ആയിട്ടൊരു തുണിക്ക് മാച്ചിങ് ആയിട്ടൊരു മെഷീൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടുന്ന് ഇതുപോലെ ത്രെഡ് എടുത്തതിന് ശേഷം ഈ ഒരു റെയിൻബോ കട്ട് ബീഡ്സ് ഇതുപോലെ ഒന്നൊന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഒരു സ്റ്റിച്ചിന് ഒരു ബീഡ്, ആ ഒരു ഓർഡറിലാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഒരു ലാസ്റ്റ് ബീഡ് ഇവിടെ വച്ചതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് അടുത്ത് കുറച്ച് ലെങ്തായിട്ടൊരു സ്റ്റിച്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ലോക്ക് സ്റ്റിച്ച്, പ്ലെയിൻ സ്റ്റിച്ച് എടുക്കാം. എന്നിട്ടൊരു 3 കട്ട് ബീഡ്, ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു 3 കട്ട് ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് സെൻറ്ററിലാണ് ഈ ഒരു 3 ബീഡ് വരുന്നത്. ഇവിടെ ഒരു ലോക്ക് സ്റ്റിച്ച്, പ്ലെയിൻ സ്റ്റിച്ച് എടുത്തതിന് ശേഷം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും ഒരു സപ്പോർട്ടിങ് സ്റ്റിച്ച് കൊടുത്ത് ഒരു 4 കട്ട് ബീഡ്സ് കോർത്ത് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതേപോലെ 4 ബീഡ്. വീണ്ടും ഇതിൻ്റെ അടുത്ത സൈഡിൽ കുറച്ച് നീളം കൂട്ടി ഒരു പോയിൻ്റ് ലെങ്ത് കൂട്ടി ഒരു 5 ബീഡ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അതിൻ്റെ ഈ ഒരു ബീഡിൻ്റെ ഇടയിലായിട്ട് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്തിട്ട് വീണ്ടും അതേപോലൊരു 5 ബീഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു വർക്കാണ് നമ്മൾ ഈ ഒരു ആൾ ഓവർ ഡിസൈനായിട്ട് ഈ ഒരു കുർത്തിയിൽ ചെയ്യാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഡോട്ട്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഞാൻ ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കട്ട് ബീഡ് തന്നെ ഓരോ സിംഗിൾ ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. സിമ്പിൾ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കുർത്തി ഡിസൈൻ ചെയ്ത് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.